Hello everyone, welcome back to Sandhya's Kitchen World. ഇന്ന് ഞാൻ ചെയ്യാൻ പോണ റെസിപ്പി ചിക്കൻ പിക്കിൾ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിക്കിളാണത്. ഞാൻ റെഗുലർ ആയിട്ട് ഉണ്ടാക്കാറുള്ള ഒരു അച്ചാറാണത്. ഞാൻ 1 കിലോ ചിക്കൻ്റെ മെഷർമെൻ്റ് ആണ് പറയാൻ പോണത്. നിങ്ങൾക്ക് ഇതിൻ്റെ പകുതിയാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ പകുതി മസാല എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കത് ഡീപ്പ് ഫ്രൈ ചെയ്യണം. അതിനു വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് 500 ml ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കന് 1/2 കിലോ ഓയിൽ മതിയാവും. കണക്കറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും എടുത്ത് പറയണത്. ചിക്കൻ നന്നായി ഫ്രൈ ആവണം, ക്രിസ്പി ആയിട്ട് വരണം. അത് ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റണം. വെള്ളം തീരെ ഉണ്ടാവരുത്. നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതേ പാനിൽ 1/2 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ഒരു 35 ഗ്രാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കണം. കാരണം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക്. ഇനി അതൊന്ന് നന്നായി തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഒരു 4 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പിക്കിൾ ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 2 മാസമൊക്കെ കേടുവരാതിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക് യു.